പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഏറ്റവും സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് നമ്മുടെ അങ്കമാലി ഭദ്രാസനത്തിൽ കിഴക്കമ്പലം തോപ്പിൽപ്പള്ളി ഇടവക പീഡാനുഭവ ദിവസങ്ങൾ ഓരോ ദിവസവും ഓരോ ദിവസത്തിൻ്റെ പ്രാധാന്യതയനുസരിച്ച് മെസ്സേജ് കളക്ട് ചെയ്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു എന്നറിയുന്നു. ഇന്ന് നിങ്ങളുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകം മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ തിരുവത്താഴത്തിൻ്റെ ദിവസം കാത്തിരിക്കുന്ന സന്ദർഭമാണ്. ക്രിസ്ത്യാനികൾക്ക് എല്ലാം പെസഹ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ക്രിസ്തീയ ഗ്രൂപ്പുകളും ആഘോഷിക്കുന്ന ഒന്നാണ് പെസഹ. പെസഹ പരസ്പരം ഐക്യപ്പെടുന്നതിനും പെസഹ ക്രൈസ്തവ സമൂഹത്തിൽ യേശുക്രിസ്തുവിനോടൊപ്പം നിൽക്കുന്ന സമൂഹത്തിന് ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തമെന്ന് വിഭജിക്കപ്പെട്ട് നൽകിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തോടും ആത്മാവിനോടും ഒരുമിപ്പിച്ച് ജനങ്ങളെ നിർത്തുന്ന ഒരു സുദിനം. ഏതൊരു സദ്യയ്ക്കും ഫീസ്റ്റ് ക്ഷണിക്കപ്പെട്ട ആൾ ഒന്ന്, ക്ഷണിക്കുന്ന ആൾ ഒന്ന്, ക്ഷണികന് നൽകുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണത്തിൻ്റെ സ്റ്റൈൽ. ഗസ്റ്റ്, ഫീസ്റ്റ് ആൻഡ് ഫുഡ്, ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടാണ് പെസഹ ദിവസത്തിൽ. എന്നാൽ സാധാരണ ഗസ്റ്റ് വേറെ, ഫീസ്റ്റ് വേറെ, ഹോസ്റ്റ് വേറെ. സൽക്കരിക്കുന്നവൻ ഒന്ന്, സൽക്കാര വസ്തു ഒന്ന്, സൽക്കാരം സ്വീകരിക്കുന്ന ആൾ മറ്റൊന്ന്. ക്രിസ്തുവിൻ്റെ പെസഹ ഭക്ഷണത്തിൻ്റെ ഫീസ്റ്റിൽ 3 ഘടകമില്ല, 2 എണ്ണം ഒന്നായും മറ്റൊന്നുകൂടെ 2 മാത്രം. ആഹാരവസ്തു ഫീസ്റ്റ്, അതിൻ്റെ വിഭവത്തിൽ ക്രിസ്തു തന്നെ ആഹാരം. സൽക്കരിക്കുന്നവനും ക്രിസ്തു തന്നെ. നാം പാപികളായി നമ്മൾ സ്വീകരിക്കുന്ന ആളുകൾ മറ്റൊരു വിഭാഗം. 3 അല്ല സാധാരണ ഫീസ്റ്റിൻ്റെ, ഇതിൽ 2 മാത്രം. സൽക്കരിക്കുന്നവനും സൽക്കാര വസ്തുവും ഒന്ന് തന്നെ. യേശുക്രിസ്തു സംഘടിപ്പിക്കുന്ന ഡിന്നറിൻ്റെ വ്യത്യാസം. ബ്രിട്ടീഷ് രാജ്ഞി ഒരു പക്ഷേ നമ്മളെ ഒരു ഫീസ്റ്റിന് ക്ഷണിച്ചാൽ അതിൻ്റെ വിഭവങ്ങൾ സാധാരണക്കാരൻ ക്ഷണിച്ചു കൊടുക്കുന്നതല്ല. പാവപ്പെട്ടവനോ നമ്മൾ കൊടുക്കുന്ന ഡിന്നറോ അല്ല ഫീസ്റ്റ് ഒരു പക്ഷെ ബ്രിട്ടീഷ് രാജ്ഞി കൊടുക്കുന്നത്. അതിൻ്റെ വിഭവങ്ങളിൽ വ്യത്യാസമുണ്ടാകും, ഒരുപാട് വ്യത്യാസമുണ്ടാവും. യേശുക്രിസ്തു നൽകിയ ഡിന്നറും ഇതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ആ ഡിന്നർ വളരെ അധികം ആത്മാർത്ഥമായി താൻ നേരിടാൻ പോകുന്ന പീഡനാനുഭവത്തിലേക്ക് ആളുകൾക്ക് വഴി ചൂണ്ടുകയും എല്ലാറ്റിലും ആളുകളെ ഒരുമിപ്പിച്ച് നിർത്തുകയും പാസ് ഓവർ, ഇതിൽ നിന്നും എല്ലാ പീഡനങ്ങളിൽ നിന്നും നാം വീണ്ടും പാസ് ചെയ്ത് മറ്റൊരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുന്നു. മനുഷ്യൻ വിഭിന്നരാണെങ്കിൽ തന്നെ യേശു ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്നു. ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. അതിൽ 3 കാര്യങ്ങളിൽ 2 യേശു ക്രിസ്തു തന്നെ. താൻ സൽക്കാര വസ്തുവായിത്തീരുന്നു, സൽക്കാരകനായി മാറുന്നു. നമ്മളെപ്പോലുള്ള ഭാവികളായ സാധാരണ ആളുകൾ മുഴുവൻ ദൈവത്തിൻ്റെ അജഗണങ്ങളെ ക്ഷണിച്ചുകൊണ്ട് താൻ വലിയൊരു ഫീസ്റ്റ് തയ്യാറാക്കുന്നു. ക്രിസ്തുമസിൽ അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളും ഓരോ സന്ദർഭങ്ങൾ വ്യത്യാസമുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ പെസഹ ഭക്ഷണത്തിൻ്റെ വ്യത്യാസം ഒന്ന് കുറവ്. സൽക്കാര വസ്തുവും സൽക്കരിക്കുന്നവനും ഒരാൾ തന്നെ. സ്വീകരിക്കുന്ന ആളുകൾ തന്നോടടുക്കുന്ന വിശ്വാസികൾ. പെസഹ ഭക്ഷണം യേശു ക്രിസ്തു നമ്മെ ഒന്നാക്കി തീർക്കുവാൻ ഈ വർഷം നമ്മുടെ ഇടവകയ്ക്ക് പുതിയൊരു ജീവനും ശക്തി നൽകുവാനിടയാകട്ടെ എന്ന് കിഴക്കമ്പലം തോപ്പിൽ സെൻറ്റ് പീറ്റേഴ്സ് സെൻറ്റ് പോൾസ് പള്ളി ഇടവാങ്ങൾക്ക് കഷ്ടാനുഭവത്തിൻ്റെ അനുഗ്രഹാശംസ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ശുദ്ധമുള്ള യോഹന്നാൻ 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം.